ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മൂസ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലെ 6th ചാപ്റ്റർ വാട്ടർ, ജലം. നമുക്കറിയാം, വാട്ടർ ഈസ് എ പ്രഷ്യസ് നാച്ചുറൽ റിസോഴ്സ്, അല്ലേ? അമൂല്യമായ പ്രകൃതി വിഭവമാണ് ജലം. ഭൂമിയിൽ ജീവൻ ഉത്ഭവിക്കുന്നതിന് കാരണമായത് ജലത്തിൻ്റെ സാന്നിധ്യം മൂലമാണ്. അതുപോലെ 65% ഓഫ് ദ ബോഡി പാർട്സ് ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് കണ്ടെയ്ൻ വാട്ടർ. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരഭാഗങ്ങളിൽ ഏകദേശം 65% ജലമടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ജലത്തിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, ജലത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ജലത്തിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്? വാട്ട് ആർ ദ യൂസസ് ഓഫ് വാട്ടർ? ഒന്നാമത്തേത് നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾക്കാണ്, അല്ലേ? ഫോർ സസ്റ്റൈനിങ് ലൈഫ്. അതുപോലെ ഫോർ അഗ്രികൾച്ചർ, കൃഷിക്ക്. ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസസ്, വ്യവസായ ആവശ്യങ്ങൾക്ക്. പിന്നെയോ ഫോർ എനർജി പ്രൊഡക്ഷൻ, ഊർജ ഉൽപ്പാദനത്തിന്. ഫോർ ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതത്തിന്, അല്ലേ? ഇനിയും നമുക്ക് പറയാം ഫോർ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ്, നമ്മുടെ നിത്യജീവിതത്തിലെ വിവിധ ആവശ്യങ്ങൾക്ക്. ഇങ്ങനെ വാട്ടറിൻ്റെ യൂസസ് ഒരുപാടുണ്ട്, അല്ലേ? ഇനി വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ? ജലത്തിൻ്റെ വിവിധ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? റെയിൻ വാട്ടർ, വെൽസ്, ബാക്ക് വാട്ടേഴ്സ്, സ്ട്രീംസ്, റിവേഴ്സ് ആൻഡ് ഓഷൻസ് ആർ ഡിഫറെൻറ്റ് വാട്ടർ സോഴ്സസ്, അല്ലേ? ഏതൊക്കെയാണ്? മഴവെള്ളം, കിണർ, ജലാശയങ്ങൾ, അരുവികൾ, നദികൾ, കടൽ, ഇവയെല്ലാം എന്താണ്? ജലസ്രോതസ്സുകളാണ്. അപ്പോൾ ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കാനാണ്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ യുവർ ക്ലാസ് റൂം. എന്താണ് ജലത്തിൻ്റെ പ്രാധാന്യം? വാട്ടർ ഈസ് എ പ്രഷ്യസ് നാച്ചുറൽ റിസോഴ്സ്. അമൂല്യമായ പ്രകൃതി വിഭവമാണ് ജലം. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ബയോളജിക്കൽ പ്രോസസ്സസ് ഇൻ ഓൾ ലിവിങ് ബീയിങ്സ്. എല്ലാ ജീവജാലങ്ങളുടെയും ജൈവിക പ്രക്രിയകൾക്ക് ജലം അത്യാവശ്യമാണ്. വി യൂസ് വാട്ടർ ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ് ഇൻ ഡേ ടു ഡേ ലൈഫ്. നിത്യജീവിതത്തിൽ ഒട്ടനവധി ആവശ്യങ്ങൾക്ക് നാം ജലം ഉപയോഗിക്കുന്നുണ്ട്. പ്ലാന്റ്സ് നീഡ്സ് വാട്ടർ ഫോർ ഫോട്ടോസിന്തസിസ് ആൻഡ് ഫോർ ഇറ്റ്സ് ഗ്രോത്ത്. സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. വാട്ടർ ഈസ് എസെൻഷ്യൽ നോട്ട് ഓൺലി ഫോർ സസ്റ്റൈനിങ് ലൈഫ് ബട്ട് ഓൾസോ ഫോർ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, എനർജി പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ജീവൽ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല, കൃഷി, വ്യവസായം, ഊർജോൽപാദനം, ഗതാഗതം എന്നിവയ്ക്കെല്ലാം ജലം ആവശ്യമാണ്. മനസ്സിലായല്ലോ? അതുപോലെ പ്രകൃതിയിൽ ജലം ഏതൊക്കെ അവസ്ഥകളിലാണ് കാണപ്പെടുന്നത്? 3 അവസ്ഥകളിലാണ്, അല്ലേ? ഖരം, ദ്രാവകം, വാതകം. വാട്ടർ ഈസ് എ സബ്സ്റ്റൻസ് ഫൗണ്ട് ഇൻ നാച്ചർ ഇൻ ഓൾ ദ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, നൈംലി സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അപ്പോൾ ഇത്രത്തോളം പ്രാധാന്യമുള്ള ജലത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾക്കറിയാം? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ യു ആർ ഫെമിലിയർ വിത്ത്? മോർ ദാൻ 70% ഓഫ് ദ എർത്ത് ഈസ് കവേർഡ് വിത്ത് വാട്ടർ, അല്ലേ? ഭൂമിയിൽ 70% കൂടുതൽ ജലമാണ്. അതുപോലെ വാട്ടർ ഈസ് ഫൗണ്ട് ഇൻ നാച്ചർ ഇൻ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, നെയിംലി സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. വാട്ടർ ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. ജലം സാർവിക ലായകം എന്നറിയപ്പെടുന്നു. ഇറ്റ് ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. താപനില 100 ഡിഗ്രി സെൽഷ്യസിൽ ജലം തിളയ്ക്കുന്നു. ഇറ്റ് ഫ്രീസസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ജലം തണുത്ത് ഐസാകുന്നു. മനസ്സിലായോ? ഇനി നമുക്ക് ജലത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് വിശദമായി പഠിക്കാം. ഓരോ ക്യാരക്ടറിസ്റ്റിക്സായി നോക്കാം. ഒന്നാമത്തേത് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ. ജലത്തിൻ്റെ തിളനിലയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിനായി നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ദാ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഉപകരണങ്ങൾ ക്രമീകരിക്കുക. ടേക്ക് 3/4 ഓഫ് വാട്ടർ ഇൻ എ റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക്. അറേഞ്ച് എ തെർമോമീറ്റർ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഇൻസൈഡ് ദ ഫ്ലാസ്ക്. റെക്കോർഡ് ദ ഇനിഷ്യൽ തെർമോമീറ്റർ റീഡിംഗ്. എന്താ ചെയ്യേണ്ടത്? ചുവട് ഉരുണ്ട ഫ്ലാസ്കിൽ 1/4 ഭാഗം ജലമെടുക്കുക. ജലത്തിൽ മുങ്ങിയിരിക്കുന്ന രീതിയിൽ ഒരു തെർമോമീറ്റർ ക്രമീകരിക്കുക. തെർമോമീറ്ററിലെ റീഡിംഗ് രേഖപ്പെടുത്തുക. ഇതാ നോക്കൂ, റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്കിൽ 1/4 ഭാഗത്തോളം ജലമെടുത്തു.
പിന്നെന്താണ്, ജലത്തിൽ മുങ്ങിയിരിക്കുന്ന രീതിയിൽ ഒരു തെർമോമീറ്റർ ക്രമീകരിച്ചു. ഇനി തെർമോമീറ്ററിലെ റീഡിംഗ് രേഖപ്പെടുത്തുക. ചൂടാക്കുന്നതിന് മുന്നേ ഇപ്പോൾ തെർമോമീറ്ററിലെ റീഡിംഗ് രേഖപ്പെടുത്തുക. ഹീറ്റ് ദ വാട്ടർ ഇൻ ദ ഫ്ലാസ്ക്. റെക്കോർഡ് ദ ടെമ്പറേച്ചർ ഫ്രം ദ തെർമോമീറ്റർ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. തെർമോമീറ്ററിലെ താപനില നിശ്ചിത ഇടവേളകളിൽ രേഖപ്പെടുത്തുക. ഫ്ലാസ്കിലെ ജലം ചൂടാക്കിയിട്ട് എന്ത് ചെയ്യണം, ആ തെർമോമീറ്ററിലെ താപനില നിശ്ചിത ഇടവേളകളിൽ രേഖപ്പെടുത്തണം. വെൻ ഡസ് ദ ടെമ്പറേച്ചർ റിമൈൻ കോൺസ്റ്റൻറ്റ്. എപ്പോഴാണ് ആ താപനില സ്ഥിരമായി നിൽക്കുന്നത്? എപ്പോഴാണ്? അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആയിക്കഴിഞ്ഞാൽ ആ താപനില മാറുന്നില്ല. പിന്നെ നമ്മൾ എത്ര ചൂടാക്കിയാലും ആ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നു, സ്ഥിരമായി നിൽക്കുന്നു, 100 ഡിഗ്രി സെൽഷ്യസിൽ കൂടുന്നില്ല. വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ വെൻ ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റൻറ്റ്? ഇങ്ങനെ താപനില സ്ഥിരമായി നിൽക്കുമ്പോൾ ആ ജലത്തിന് എന്താണ് സംഭവിക്കുന്നത്? ജലം തിളയ്ക്കുന്നു. വാട്ടർ ബോയിൽസ്. 100 ഡിഗ്രി സെൽഷ്യസിൽ സ്ഥിരമായി നിൽക്കുമ്പോൾ, മാറാതെ നിൽക്കുമ്പോൾ ആ വാട്ടർ എന്ത് ചെയ്യുന്നു? വാട്ടർ ബോയിൽസ്. ജലം തിളയ്ക്കുന്നു. ദിസ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ദ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ. ഈ താപനിലയാണ് ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത്. ഏത് ടെമ്പറേച്ചർ? അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിലെ ഈ ടെമ്പറേച്ചറിനെ ജലത്തിൻ്റെ തിളനില, ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ വാട്ട് ഈസ് ബോയിലിംഗ് പോയിൻ്റ്? എന്താണ് തിളനില? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലിക്വിഡ് ബോയിൽസ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഇറ്റ്സ് ബോയിലിംഗ് പോയിൻ്റ്. ദ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. എന്താണ്? സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനില ആ ദ്രാവകത്തിൻ്റെ തിളനിലയാണ്. ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ എന്താണ് ബോയിലിംഗ് പോയിൻ്റ് അഥവാ തിളനില എന്ന് മനസ്സിലായല്ലോ. അതുപോലെ ജലത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റ്, തിളനില എത്രയാണെന്ന് മനസ്സിലായി. 100 ഡിഗ്രി സെൽഷ്യസ്. ഈ തിളയ്ക്കാൻ തുടങ്ങിയാൽ താപം വീണ്ടും നൽകിയാലും അതിനനുസരിച്ച് താപനില ഉയരാത്തത് എന്തുകൊണ്ടാണ്? വൺസ് ബോയിലിംഗ് സ്റ്റാർട്ട്സ്, വൈ ഡസ് ദ ടെമ്പറേച്ചർ നോട്ട് റൈസ് അക്കോർഡിംഗ്ലി ഈവൻ വെൻ ഹീറ്റ് ഈസ് സപ്ലൈഡ്. ഞാൻ പറഞ്ഞു, ജലം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര ചൂടാക്കിയാലും ടെമ്പറേച്ചർ കൂടുന്നില്ല, സ്ഥിരമായി നിൽക്കുന്നു. അതിനുള്ള കാരണം എന്താണ്? വൺസ് വാട്ടർ സ്റ്റാർട്ട്സ് ബോയിലിംഗ്, ദ ടെമ്പറേച്ചർ വിൽ നോട്ട് ചേഞ്ച് ബിക്കോസ് ഓൾ ദ ഹീറ്റ് സപ്ലൈഡ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ജലം തിളച്ചു തുടങ്ങുന്നത് മുതൽ അതിന് കൊടുക്കുന്ന താപം മുഴുവൻ അവസ്ഥാ മാറ്റത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് താപനില ഉയരാത്തത്. അതായത് ജലം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നൽകുന്ന താപം മുഴുവൻ ആ ജലം എന്തായി മാറുന്നു? നീരാവിയായി മാറുന്നു, അല്ലേ? ലിക്വിഡ് ഗ്യാസായി മാറുന്നു. ദ്രാവകം വാതകമായി മാറുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ തിളപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം, ജലം തിളച്ചതിന് ശേഷം നമ്മൾ ചൂടാക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ആ ജലം നീരാവിയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നീരാവിയായി മാറാൻ വേണ്ടിയാണ് പിന്നീടുള്ള താപം ഉപയോഗിക്കുന്നത്. ഹെൻസ് all the excess heat supplied will be contained in the steam at the same temperature. അതുകൊണ്ട് തന്നെ നാം കൊടുത്ത അധിക താപം മുഴുവൻ ഇതേ താപനിലയിലുള്ള നീരാവിയിൽ അടങ്ങിയിരിക്കും. അപ്പോൾ ജലത്തിൻ്റെ ടെമ്പറേച്ചർ ഉയരുന്നില്ല, പക്ഷേ അതേ താപനിലയിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ആ സ്റ്റീമിലാണ് അധികമുള്ള താപം അടങ്ങിയിരിക്കുന്നത്. All the excess heat supplied will be contained in the steam അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ, അല്ലേ, ആവി കൊണ്ടുള്ള പൊള്ളൽ തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാകുന്നത്. മനസ്സിലായോ? സ്റ്റീം കോസസ് മോർ സിവിയർ ബേൺസ് ദാൻ ബോയിലിംഗ് വാട്ടർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. നൗ ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ സ്റ്റീം കോസസ് മോർ സിവിയർ ബേൺസ് ദാൻ ബോയിലിംഗ് വാട്ടർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാകും നീരാവി കൊണ്ടുള്ള പൊള്ളൽ എന്ന് പറയാൻ കാരണം എന്താണ്? ഇതിനുള്ള കാരണം വിശദീകരിക്കാൻ കഴിയുമോ? വൺസ് വാട്ടർ സ്റ്റാർട്ട്സ് ബോയിലിംഗ്, ഓൾ ദ എക്സസ് ഹീറ്റ് സപ്ലൈഡ് വിൽ കണ്ടെയ്ൻഡ് ഇൻ ദ സ്റ്റീം അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. സോ സ്റ്റീം കോസസ് മോർ സിവിയർ ബേൺസ് ദാൻ ബോയിലിംഗ് വാട്ടർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. എന്താണ്? ജലം തിളയ്ക്കുന്നത് മുതൽ അധികമായി നൽകുന്ന താപം മുഴുവൻ നീരാവിയിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ്
തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാകും ഇതേ താപനിലയിലെ നീരാവി കൊണ്ടുള്ള പൊള്ളൽ എന്ന് പറയാൻ കാരണം. ഈസ് ദെയർ എനി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇഫ് ദ തെർമോമീറ്റർ ഈസ് റൈസ്ഡ് എ ലിറ്റിൽ ആൻഡ് കെപ്റ്റ് ജസ്റ്റ് എബവ് ദ സർഫസ് ഓഫ് വാട്ടർ വെൻ വാട്ടർ ബോയിൽസ്? ജലം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തെർമോമീറ്റർ അല്പം ഉയർത്തി ജലനിരപ്പിന് മുകളിലായി നിർത്തിയാൽ താപനിലയിൽ മാറ്റമുണ്ടാകുമോ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ജലം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തെർമോമീറ്റർ ഉയർത്തി ജലനിരപ്പിന് മുകളിൽ വെച്ച് നോക്കുക. ആ താപനിലയിൽ മാറ്റമുണ്ടാകുന്നുണ്ടോ? ഇല്ല. അതുപോലെ ഡസ് വാട്ടർ കണ്ടെയ്നിങ് അതർ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ് ഓൾസോ ബോയിൽ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്? ഫൈൻഡ് ഔട്ട് ബൈ ഹീറ്റിംഗ് വാട്ടർ ആഫ്റ്റർ ആഡിങ് സം കോമൺ സോൾട്ട് ടു ഇറ്റ്. എന്താണ്? മറ്റു പദാർത്ഥങ്ങൾ ലയിച്ചു ചേർന്ന ജലം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുമോ? ജലത്തിൽ മറ്റു പദാർത്ഥങ്ങൾ ലയിച്ചു ചേർന്നിട്ടുണ്ട് എങ്കിൽ ജലം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുമോ എന്നാണ്. ജലത്തിൽ അല്പം കറിയുപ്പ് ചേർത്ത് ചൂടാക്കി കണ്ടുപിടിക്കൂ. ഇഫ് ദെയർ ആർ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ് വാട്ടർ ബോയിൽസ് അറ്റ് എബോവ് 100 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ ലയിച്ചു ചേർന്നിട്ടുണ്ട് എങ്കിൽ വാട്ടർ തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. മനസ്സിലായോ? ഇറ്റ് ഈസ് ഈസി ടു പ്രിപ്പയർ ഫുഡ് ഇൻ പ്രഷർ കുക്കേഴ്സ്. അല്ലേ? പ്രഷർ കുക്കറിൽ ഫുഡ് പാകം ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഡു യു നോ വൈ? എന്തുകൊണ്ടാണിത്? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ പ്രഷർ. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില ഉയരുന്നു. ഇൻ പ്രഷർ കുക്കർ വാട്ടർ ബോയിൽസ് അറ്റ് 120 ഡിഗ്രി സെൽഷ്യസ്. ഹെൻസ് ഹൈ ടെമ്പറേച്ചർ എക്സിസ്റ്റ് ഇൻസൈഡ് ദ കുക്കർ. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നത് 120 ഡിഗ്രി സെൽഷ്യസിലാണ്. അതിനാൽ ഉള്ളിൽ ഉയർന്ന താപനില നിലനിൽക്കുന്നു. സോ ഇറ്റ് ഈസ് ഈസി ടു പ്രിപ്പയർ ഫുഡ് ഇൻ പ്രഷർ കുക്കേഴ്സ്. അതുകൊണ്ട് തന്നെ പ്രഷർ കുക്കറുകളിൽ ആഹാരം പാകം ചെയ്യുന്നത് എളുപ്പമാണ്. മനസ്സിലായോ? പ്രഷർ കുക്കറിൽ ഹൈ പ്രഷറാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. 120 ഡിഗ്രി സെൽഷ്യസ്, 120 ഡിഗ്രി സെൽഷ്യസിലാണ് ജലം തിളയ്ക്കുന്നത്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുതലായതിനാൽ പെട്ടെന്ന് ആഹാരം പാകം ചെയ്യാൻ കഴിയുന്നു. വാട്ട് അബൌട്ട് ഡിക്രീസ് ഇൻ പ്രഷർ? പ്രഷർ കുറയുമ്പോൾ, മർദ്ദം കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എങ്ങനെയാണ്? ആസ് പ്രഷർ ഡിക്രീസസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ലിക്വിഡ് ഓൾസോ ഡിക്രീസസ്. അല്ലേ? മർദ്ദം കുറയുമ്പോൾ അതിൻ്റെ തിളനിലയും കുറയുന്നു. ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് വാട്ടർ ബോയിൽസ് അറ്റ് എ ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്. ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ജലം 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്ന താപനിലയിൽ തിളയ്ക്കും. എന്തുകൊണ്ടാണ് ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ജലം 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്ന താപനിലയിൽ തിളയ്ക്കുന്നത്? ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ മർദ്ദം കുറവാണ്, അല്ലേ? പ്രഷർ കുറവായിരിക്കും. അപ്പോൾ എന്താണ്? അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്, ജലത്തിൻ്റെ ബോയിലിംഗ് പോയിന്റും എന്താണ്? കുറവാണ്. അതുകൊണ്ടാണ് 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്ന താപനിലയിൽ ജലം തിളയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തു പറയാം? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? ആസ് ദ പ്രഷർ ഇൻക്രീസസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ലിക്വിഡ് ഇൻക്രീസസ്. ആസ് ദ പ്രഷർ ഡിക്രീസസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ലിക്വിഡ് ഓൾസോ ഡിക്രീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ജലം തിളച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മാറുന്നില്ല, ജലം തിളച്ച് നീരാവിയായി മാറുന്നു, അല്ലേ? ഡസ് വാട്ടർ വേപ്പറൈസ് ഓൺലി അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്? ജലം ബാഷ്പീകരിക്കുന്നത് തിളനിലയിൽ മാത്രമാണോ? അല്ല, അല്ലേ? ജലം തിളയ്ക്കുമ്പോൾ മാത്രമല്ല ബാഷ്പമായി മാറുന്നത്. നനഞ്ഞ തുണി ഉണങ്ങുന്നത് എന്താണ്? ബാഷ്പീകരണത്തിന് ഉദാഹരണമാണ്. അതുപോലെ നമ്മൾ കഴുകി വച്ചിരിക്കുന്ന പാത്രങ്ങൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഉണങ്ങുന്നത്, ഇതെല്ലാം ജലം ബാഷ്പമായി മാറുന്നതാണ്. വാട്ടർ വേപ്പറായി മാറുന്നു. അത് ബോയിലിംഗ് പോയിന്റിൽ മാത്രമല്ല നടക്കുന്നത്. അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമല്ല ജലം ബാഷ്പമായി മാറുന്നത്. വാട്ടർ എക്സിസ്റ്റ് ഇൻ ദ ലിക്വിഡ് ഫോം അറ്റ് ടെമ്പറേച്ചേഴ്സ് ബിറ്റ്വീൻ 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 100 ഡിഗ്രി സെൽഷ്യസ്. ബട്ട് വാട്ടർ ചേഞ്ചസ് ടു വാട്ടർ വേപ്പർ അറ്റ് എനി ടെമ്പറേച്ചർ അപ് ടു 100 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ മർദ്ദത്തിൽ 0 ഡിഗ്രി സെൽഷ്യസിനും അതുപോലെ 100 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലകളിൽ ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ
100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏത് താപനിലയിലും ജലം ബാഷ്പമായി മാറുന്നു. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏത് താപനിലയിലും ജലം ബാഷ്പമായി മാറാം. അല്ലാതെ ജലം ബാഷ്പമായി മാറുന്നതിന് ജലത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റായ തിളനിലയായ 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആകണമെന്നില്ല. ഇവാപ്പറേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് ചേഞ്ചസ് ടു വേപ്പർ. ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം, ഇവാപ്പറേഷൻ. ജലം ചൂടാക്കിയാൽ ആഗിരണം ചെയ്യുന്ന താപം താപനില വർദ്ധിപ്പിക്കുന്നതിനും ബാഷ്പീകരണത്തിനും ഉപയോഗിക്കുന്നു. ഓൺ ഹീറ്റിംഗ് വാട്ടർ, ദ ഹീറ്റ് അബ്സോർബ്ഡ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ റൈസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഫോർ ഇവാപ്പറേഷൻ. അപ്പോൾ നമ്മൾ ജലം ചൂടാക്കുമ്പോൾ ആ വാട്ടർ അബ്സോർബ് ചെയ്യുന്ന താപം, ഹീറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? താപനില വർദ്ധിപ്പിക്കുന്നതിനും പിന്നെ ബാഷ്പീകരണത്തിനും. ഫോർ റൈസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഫോർ ഇവാപ്പറേഷൻ. അപ്പോൾ വാട്ട് ഈസ് ഇവാപ്പറേഷൻ? ഇവാപ്പറേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് ചേഞ്ചസ് ടു വേപ്പർ. ഇനി നമ്മൾ പഠിക്കുന്നത് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ, ജലത്തിൻ്റെ താപധാരിത. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ? നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ടേക്ക് ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് കോക്കനട്ട് ഓയിൽ ഇൻ 2 സെപ്പറേറ്റ് ബീക്കേഴ്സ് ആൻഡ് ഹീറ്റ് ദം ഇൻ വാട്ടർ ബാത്ത്. മെഷർ ദ ടെമ്പറേച്ചേഴ്സ് ഓഫ് വാട്ടർ ആൻഡ് കോക്കനട്ട് ഓയിൽ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് യൂസിങ് എ തെർമോമീറ്റർ. ജലവും വെളിച്ചെണ്ണയും തുല്യ മാസിൽ വെവ്വേറെ ബീക്കറുകളിലെടുത്ത് ഒരു വാട്ടർ ബാത്തിൽ ചൂടാക്കുക. ജലത്തിൻ്റെയും വെളിച്ചെണ്ണയുടെയും താപനില തെർമോമീറ്റർ ഉപയോഗിച്ച് നിശ്ചിത ഇടവേളകളിൽ അളക്കുക. അപ്പോൾ ജലവും വെളിച്ചെണ്ണയും തുല്യ അളവിൽ വെവ്വേറെ ബീക്കറുകളിലെടുത്ത് ചൂടാക്കുന്നു. അപ്പോൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഏതിൻ്റെ താപനിലയാണ് കൂടുതൽ ഉയരുന്നത്? വിച്ച് ഓഫ് ദ 2 ടെമ്പറേച്ചേഴ്സ് റീച്ചസ് എ ഹയർ വാല്യൂ ഇൻ എ സ്പെസിഫൈഡ് ടൈം? ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഒരു നിശ്ചിത സമയമാകുമ്പോൾ ഏതിൻ്റെ താപനിലയാണ് കൂടുതൽ ഉയരുന്നത്? ദ ടെമ്പറേച്ചർ ഓഫ് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയുടെ താപനിലയാണ് കൂടുന്നത്. എന്തുകൊണ്ടാണ് ഒരേ മാസിലെടുത്ത, ഒരേ അളവിലെടുത്ത ജലത്തിനും വെളിച്ചെണ്ണയ്ക്കും ഒരേ അളവിൽ താപം നൽകിയിട്ടും ജലത്തിൻ്റെ താപനില പെട്ടെന്ന് ഉയരാതിരിക്കാനുള്ള കാരണം? വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ് ഓർ ഹീറ്റ് കപ്പാസിറ്റി വെൻ കമ്പയർഡ് ടു അതർ സബ്സ്റ്റൻസസ്. മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവ്, ആ ഉയർന്ന താപം താങ്ങാനുള്ള കഴിവിനെ താപധാരിത എന്ന് പറയുന്നു. ഇത് ജലത്തിനുണ്ട്. അപ്പോൾ മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവ് ജലത്തിനുണ്ട്. അതുകൊണ്ടാണ് ജലത്തിൻ്റെ താപനില ഉയരാതിരിക്കാനുള്ള കാരണം. മനസ്സിലായോ? അപ്പോൾ ജലത്തിൻ്റെ ഒരു സവിശേഷത എന്താണ്? വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ്, അല്ലെങ്കിൽ വാട്ടർ ഹാസ് ഹൈ ഹീറ്റ് കപ്പാസിറ്റി. ജലത്തിന് താപധാരിത കൂടുതലാണ്. താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ദ എബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ്, കൂടുതൽ താപം താങ്ങാനുള്ള കഴിവിനെയാണ് താപധാരിത എന്ന് പറയുന്നത്. ഇതുപോലെ ജലത്തിൻ്റെ ഉയർന്ന താപധാരിത പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ നോക്കൂ. ദ ഫോളോയിങ് ആർ സം ഓഫ് ദ സിറ്റുവേഷൻസ് വിച്ച് മേക്ക് യൂസ് ഓഫ് ദ ഹൈ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ഏതൊക്കെയാണ്? വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ റേഡിയേറ്റേഴ്സ് ടു റെഗുലേറ്റ് ദ ഹീറ്റ് ഇൻ ഓട്ടോമൊബൈൽ എൻജിൻ. വാഹന എൻജിനുള്ളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നു. ഇതിനുള്ള കാരണം ജലത്തിന് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവാണ്, താപധാരിത കൂടുതലാണ്. വാട്ടർ ഈസ് യൂസ്ഡ് ടു കൂൾ ഹോട്ട് ഓബ്ജക്ട്സ്. ചൂടുള്ള വസ്തുക്കൾ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു. നമ്മൾ ചൂടായ വസ്തുക്കളൊക്കെ ജലത്തിന് പുറത്തു വച്ച് തണുപ്പിക്കാറുണ്ട്, അല്ലേ? അതുപോലെ 2/3 ഓഫ് ദ എർത്ത് ഈസ് വാട്ടർ. ദിസ് റെഗുലേറ്റ്സ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണ്. ഇത് ഭൂമിയുടെ താപനില നിയന്ത്രിക്കുന്നു. അതുപോലെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരത്തിൽ ഏകദേശം 65% ജലമാണ്. മോർ ദാൻ 65% ഓഫ് ദ ബോഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഈസ് വാട്ടർ. ദിസ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ബോഡിയിൽ 65% ജലമാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? പ്രയോജനം എന്താണ്? ദിസ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ ബോഡി ടെമ്പറേച്ചർ. ഇത് ശരീര താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതുകൂടി നമുക്ക്
ആ താപധാരിത പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭത്തിൽ എഴുതാം അല്ലേ. എന്താണ്? മോർ ദാൻ 65% ഓഫ് ദ ബോഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഈസ് വാട്ടർ. ദിസ് റെഗുലേറ്റ്സ് ദ ബോഡി ടെമ്പറേച്ചർ. ഫ്രീസിങ് ഓഫ് വാട്ടർ, ജലത്തിൻ്റെ ഘനീഭവിക്കൽ അല്ലേ. നമുക്കറിയാം ഫ്രീസറിൽ വെച്ച ജലം ഉറഞ്ഞ് കട്ടിയാകുന്നു അല്ലേ, ഐസായി മാറുന്നു. അപ്പോൾ ഈ ജലം ഐസായി മാറുന്ന താപനില എത്രയാണ്? നമുക്കറിയാം ജലം തിളയ്ക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസിലാണ്. എന്നാൽ ജലം ഐസാകുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. മനസ്സിലായോ? 0 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് ജലം ഐസായി മാറുന്നത്. അപ്പോൾ ഇങ്ങനെ ജലം ഐസായി മാറുന്ന താപനിലയെ ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ എന്ന് പറയാം അല്ലേ, ജലത്തിൻ്റെ ഖരാങ്കം. അപ്പോൾ വാട്ട് ഈസ് ഫ്രീസിംഗ് പോയിൻ്റ്? ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് എ ലിക്വിഡ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ് ഫ്രീസസ് ടു സോളിഡ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫറിക് പ്രഷർ. ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് അതിൻ്റെ ഖരാങ്കം. ജലത്തിൻ്റെ ഖരാങ്കം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനസ്സിലായോ? ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനില. അങ്ങനെയാണെങ്കിൽ ഈ ഐസ് തണുത്ത് ജലമായി മാറുന്ന താപനിലയെ എന്തു പറയും? മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയും. മനസ്സിലായോ? ദ്രവണാങ്കം. അതും നടക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ്. അപ്പോൾ വാട്ട് ഈസ് മെൽറ്റിംഗ് പോയിൻ്റ്? മെൽറ്റിംഗ് പോയിൻ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഗിവൺ സോളിഡ് മെറ്റീരിയൽ ചേഞ്ചസ് ഫ്രം എ സോളിഡ് സ്റ്റേറ്റ് ടു എ ലിക്വിഡ്. ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിന് ആവശ്യമായ താപനിലയാണ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ദ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ ഈസ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഇത് ലെറ്റസ് അസസ്, വിലയിരുത്താം എന്ന ഭാഗത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വെൻ വാട്ടർ ഈസ് ഹീറ്റഡ് അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിൻറ്റ് ഓർ മെൽറ്റിംഗ് പോയിൻറ്റ്, ഇറ്റ്സ് ടെമ്പറേച്ചർ ഡസ് നോട്ട് ചേഞ്ച്. വാട്ട് ഈസ് മെൻറ്റ് ബൈ ബോയിലിംഗ് പോയിൻറ്റ് ആൻഡ് മെൽറ്റിംഗ് പോയിൻറ്റ്? ബോയിലിംഗ് പോയിൻറ്റ്, മെൽറ്റിംഗ് പോയിൻറ്റ്, ഫ്രീസിംഗ് പോയിൻറ്റ് ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. തിളനില, ഖരാങ്കം, ദ്രവണാങ്കം, ഇതിൻ്റെ ആൻസർ എല്ലാം പറഞ്ഞു. അപ്പോൾ അത് നോക്കി നിങ്ങൾ ആൻസർ ചെയ്യുക. വാട്ട് ആർ ദ ബോയിലിംഗ് ആൻഡ് ഫ്രീസിംഗ് പോയിൻറ്റ്സ് ഓഫ് വാട്ടർ? ജലത്തിൻ്റെ തിളനിലയും ഖരാങ്കവും എത്രയാണ്? ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ്, ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ്. വൈ ഈസ് ദെയർ നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ? എന്തുകൊണ്ടാണ് താപനിലയിൽ മാറ്റമുണ്ടാകാത്തത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. എന്താണ്? ദ ടെമ്പറേച്ചർ ഡസ് നോട്ട് ചേഞ്ച്, താപനില മാറുന്നില്ല. ഓൾ ദ ഹീറ്റ് സപ്ലൈഡ് ഈസ് യൂസ്ഡ് ഫോർ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലേ. അധികമായി നൽകുന്ന അധിക താപം അവസ്ഥാ മാറ്റത്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എ ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് കോക്കനട്ട് ഓയിൽ ആർ ഹീറ്റഡ് ഇൻ സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബ്സ് യൂസിങ് ദ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് അല്ലേ. ഒരു നിശ്ചിത അളവ് ജലവും അതുപോലെ വെളിച്ചെണ്ണയും സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ്, ഒരേ താപനിലയിൽ സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബിൽ ചൂടാക്കുന്നു. ഇൻ വിച്ച് കേസ് ഡസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ് സ്ലോലി? ഇൻ ദ കേസ് ഓഫ് വാട്ടർ ദ ടെമ്പറേച്ചർ ഇൻക്രീസ് സ്ലോലി. ജലമാണ് സാവധാനം ചൂടാകുന്നത്. എന്തുകൊണ്ടാണ്? വാട്ടർ ഹാസ് ഹൈ ഹീറ്റ് കപ്പാസിറ്റി. താപധാരിത ജലത്തിന് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ താപം ഉൾക്കൊള്ളാനുള്ള കഴിവ് ജലത്തിനുണ്ട്. റൈറ്റ് എനി വൺ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് പ്രോപ്പർട്ടി. അപ്പോൾ ജലത്തിന് ഹൈ ഹീറ്റ് കപ്പാസിറ്റി ആണെന്ന് തെളിയിക്കുന്ന ഒരു പ്രായോഗിക സന്ദർഭം ഏതാണ്? വാട്ടർ ഈസ് യൂസ്ഡ് ടു കൂൾ ഹോട്ട് സബ്സ്റ്റൻസസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹീറ്റ് കപ്പാസിറ്റി. ചൂടുള്ള വസ്തുക്കളെ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു. അത് ഏത് പ്രയോജനപ്പെടുത്തിയിട്ടാണ്? ജലത്തിൻ്റെ താപധാരിത പ്രയോജനപ്പെടുത്തിയിട്ടാണ്. ഇനി ലെറ്റസ് അസസിലെ ബാക്കി ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ആ ഭാഗം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഇനി നോക്കൂ, ഫ്രീസിംഗ് പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞു. സാധാരണ ഏതൊരു വസ്തുവും തണുപ്പിക്കുമ്പോൾ ചുരുങ്ങുകയും വ്യാപ്തം കുറയുകയുമാണ് ചെയ്യുന്നത്. വ്യാപ്തം കുറയുമ്പോൾ സാന്ദ്രത വർദ്ധിക്കും അല്ലേ. നോർമലി ഓൾ സബ്സ്റ്റൻസസ് ഷ്രിങ്ക് ഓൺ കൂളിംഗ് ആൻഡ് ദെയർ വോളിയം ഡിക്രീസസ്. വോളിയം ഡിക്രീസ് ചെയ്താൽ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. വോളിയവും ഡെൻസിറ്റിയും തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ? വോളിയം ഡിക്രീസ് ചെയ്താൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു.
വോളിയം ഇൻക്രീസ് ചെയ്താൽ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ വസ്തുക്കളും തണുക്കുമ്പോൾ ചുരുങ്ങി അതിൻ്റെ വോളിയം വ്യാപ്തം കുറയുകയും ഡെൻസിറ്റി കൂടുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജലത്തെയും തണുപ്പിച്ച് ഐസ് കഷ്ണങ്ങളാക്കുന്നു. ഈ ഐസ് കഷ്ണങ്ങൾ വെള്ളത്തിലിട്ടാൽ താഴ്ന്നു പോവുകയല്ലേ വേണ്ടത്? എന്നാൽ നമ്മൾ കുറച്ച് ഐസ് കഷ്ണങ്ങൾ ജലത്തിലേക്കിട്ടാൽ എന്താണ് കാണാൻ കഴിയുന്നത്? ഐസ് ഫ്ലോട്ട്സ് ഇൻ വാട്ടർ. ഐസ് കഷ്ണങ്ങൾ ജലത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. ഐസിനാണോ ജലത്തിനാണോ സാന്ദ്രത കൂടുതൽ? വിച്ച് ഈസ് ഡെൻസർ, ഐസ് ഓർ വാട്ടർ? വാട്ടർ ഈസ് ഡെൻസർ ദാൻ ഐസ്. ജലത്തിനാണ് ഐസിനേക്കാൾ സാന്ദ്രത കൂടുതൽ. അപ്പോൾ ഐസിന് സാന്ദ്രത കുറവാണ്. സാന്ദ്രത കുറഞ്ഞ ഐസ് കഷ്ണങ്ങൾ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞത് എല്ലാ സബ്സ്റ്റൻസും തണുക്കുമ്പോൾ വോളിയം കുറയുകയും ഡെൻസിറ്റി കൂടുകയും ചെയ്യുന്നു എന്ന്. എന്നാൽ വെൻ വാട്ടർ ഈസ് കൺവേർട്ടഡ് ടു ഐസ് ഇറ്റ്സ് വോളിയം ഇൻക്രീസസ് ആൻഡ് ദ ഡെൻസിറ്റി ഡിക്രീസസ്. ജലം തണുത്ത ഐസായി മാറുമ്പോൾ അതിൻ്റെ വ്യാപ്തം കൂടുന്നു, പിന്നെയോ സാന്ദ്രത കുറയുന്നു. മനസ്സിലായോ? അപ്പോൾ ജലത്തിൻ്റെ സവിശേഷത എന്താണ്? ജലം ഐസായി മാറുമ്പോൾ അതിൻ്റെ വ്യാപ്തം കൂടുന്നു. നമുക്കറിയാം ഐസായി മാറുമ്പോൾ അതിനിരിക്കാൻ കൂടുതൽ സ്ഥലം ആവശ്യമാണ്. വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലമാണ് അതിൻ്റെ വോളിയം, അല്ലേ? അപ്പോൾ ഐസായി മാറുമ്പോൾ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞതുകൊണ്ടാണ്, സാന്ദ്രത കുറഞ്ഞതുകൊണ്ടാണ് ഐസ് കഷ്ണങ്ങൾ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത്. ടേക്ക് 3/4 ഓഫ് വാട്ടർ ഇൻ എ ഗ്ലാസ് ബോട്ടിൽ. നോട്ട് ദ വാട്ടർ ലെവൽ. ക്ലോസ് ഇറ്റ് ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദ ഫ്രീസർ. ആഫ്റ്റർ ഫ്യൂ അവേഴ്സ് ടേക്ക് ദ ബോട്ടിൽ ഔട്ട് ആൻഡ് ഒബ്സർവ് ഇറ്റ്. വെൻ വാട്ടർ ഫ്രീസസ് ടു ഐസ് ഡസ് ഇറ്റ് എക്സ്പാൻഡ് ഓർ ഷ്രിങ്ക്? നമ്മൾ ഒരു ഗ്ലാസ് ബോട്ടിലിൽ 1/4 ഭാഗത്തോളം ജലം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ വാട്ടർ ലെവൽ, ജലനിരപ്പ് പരിശോധിച്ചിട്ട് അടച്ച് ഫ്രീസറിൽ വയ്ക്കുക. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ബോട്ടിൽ പുറത്തെടുത്ത് നിരീക്ഷിക്കുക. വെള്ളം ഐസായി മാറിയപ്പോൾ വികസിക്കുകയാണോ അല്ലെങ്കിൽ ചുരുങ്ങുകയാണോ ചെയ്തത്? ഇറ്റ് എക്സ്പാൻഡ്സ്. ഇത് വികസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരു ബോട്ടിൽ നിറയെ വെള്ളമെടുത്ത് ഫ്രീസറിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം ആ ജലം ഐസായി മാറുമ്പോൾ ഒന്നുകൂടി വികസിക്കും. അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം കൂടുതൽ ആവശ്യമാണ്. അങ്ങനെയാകുമ്പോൾ ആ ബോട്ടിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള ലെറ്റസ് അസസിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. 100 ml each of coconut oil and water are taken in 2 beakers and kept in the freezer. What difference can be observed in their volumes during freezing? 100 ml വെളിച്ചെണ്ണയും അതുപോലെ ജലവും 2 ബീക്കറുകളിലെടുത്ത് ഫ്രീസറിൽ വയ്ക്കുക. തണുത്തു കഴിഞ്ഞ് അവ ഓരോന്നിൻ്റെയും വ്യാപ്തത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്താണ്? The volume of water increases and the volume of coconut oil decreases while freezing. തണുക്കുമ്പോൾ ജലത്തിൻ്റെ വോളിയം വ്യാപ്തം കൂടുകയും വെളിച്ചെണ്ണയുടെ വോളിയം കുറയുകയും ചെയ്യുന്നു. വാട്ട് ഡു യു ഇൻഫർ ഫ്രം ദ ഒബ്സർവേഷൻ? ഈ നിരീക്ഷണത്തിൽ നിന്നും എന്തു മനസ്സിലായി? വെൻ വാട്ടർ ഈസ് കൺവേർട്ടഡ് ടു ഐസ് ഇറ്റ്സ് വോളിയം ഇൻക്രീസസ് ആൻഡ് ഡെൻസിറ്റി ഡിക്രീസസ്. ജലം ഐസായി മാറുമ്പോൾ അതിൻ്റെ വ്യാപ്തം കൂടുന്നു, അതുപോലെ സാന്ദ്രത കുറയുന്നു, അല്ലേ? വെൻ വാട്ടർ ഈസ് ഫ്രോസൺ ഇൻ ഗ്ലാസ് ബോട്ടിൽസ് ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് നോട്ട് ടു ഫിൽ ദ ബോട്ടിൽസ് കംപ്ലീറ്റ്ലി. എക്സ്പ്ലെയിൻ ദ റീസൺ. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, വെൻ വാട്ടർ ഈസ് ഫ്രോസൺ ഇൻ ഗ്ലാസ് ബോട്ടിൽസ് ദ വോളിയം ഓഫ് വാട്ടർ ഇൻക്രീസസ്. ഇഫ് ദ ബോട്ടിൽ ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ ദ ബോട്ടിൽ വിൽ ബ്രേക്ക് ആസ് ദെയർ ഈസ് നോ സ്പേസ് ഫോർ എക്സ്പാൻഷൻ. ഗ്ലാസ് ബോട്ടിലിൽ ജലം തണുപ്പിക്കാൻ വയ്ക്കുമ്പോൾ ഈ ജലത്തിൻ്റെ വോളിയം വ്യാപ്തം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ജലം കൊണ്ട് ആ ബോട്ടിൽ നിറച്ചു കഴിഞ്ഞാൽ വ്യാപ്തം കൂടി അതിന് വികസിക്കാനുള്ള സ്ഥലമില്ലാതെ ആ ബോട്ടിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ബോയിലിംഗ് പോയിൻറ്റ്, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ, ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ, മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി സർഫസ് ടെൻഷൻ ഓഫ് വാട്ടറാണ്, ജലത്തിൻ്റെ പ്രതലബലം. അപ്പോൾ ഈ പാർട്ട് കൂടി ഇന്ന് ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയതിനാൽ നമുക്ക് ഈ ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജലത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ബോയിലിംഗ് പോയിൻറ്റ്, അതുപോലെ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ, താപധാരിത, അല്ലേ? അതുപോലെ ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ, മെൽറ്റിംഗ് പോയിൻറ്റ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.